വെള്ളാപ്പള്ളി നടേശനും ജി സുകുമാരൻ നായരും പ്രഖ്യാപിച്ച ഐക്യം 9ാം ദിനം പൊളിഞ്ഞു. ഐക്യത്തിനില്ലെന്ന് സുകുമാരൻ നായർ പ്രഖ്യാപിച്ചു. എന്നാൽ അതിൽ വെള്ളാപ്പള്ളിയുടെ കൂടുതൽ പ്രതികരണം ഇന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യത്തിന് ഇനി എന്തെങ്കിലും ഭാവിയുണ്ടോ? അതും അറിയില്ല. എന്തായാലും ഇതിൽ ആശ്വാസം കൊള്ളുന്നവരും തിരിച്ചടിയായവരും ഒക്കെ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഐക്യം പൊളിഞ്ഞതിൽ ഒരു വിഭാഗം വലിയ സന്തോഷത്തിലാകുമ്പോൾ മറുവിഭാഗത്തിന് വലിയ ആശങ്കയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. തെരഞ്ഞെടുപ്പ് അടുത്തു വരവേ സമുദായങ്ങളുടെ നീക്കം സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും. അപ്പോൾ എന്താണ് ഈ ഐക്യശ്രമത്തിനിടയിൽ ഈ 8 ദിവസം കൊണ്ട് സംഭവിച്ചത് എന്ന ചോദ്യം ഇന്നലെ മുതൽ തന്നെ അന്തരീക്ഷത്തിലുണ്ട്. അതിന് വ്യക്തമായ മറുപടികൾ ഇപ്പോഴും ആയിട്ടില്ല. പലരും ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണത്തിന് പോലും മടിച്ചു നിൽക്കുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. പല കാരണങ്ങളാലും പലതവണ NSS SNDP ഐക്യം വിജയിക്കാത്ത സാഹചര്യത്തിലും വീണ്ടും ഒരു ഐക്യശ്രമം പരാജയമാകുമെന്ന കാര്യം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളാൽ വ്യക്തമാകുന്നു. അതുകൊണ്ട് തന്നെ NSSന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാനാകില്ല. അതിനാൽ വീണ്ടും ഒരു ഐക്യം പ്രായോഗികമല്ല. പ്രത്യേകിച്ച് NSSന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സമദൂര നിലപാട് ആണുള്ളത്. മറ്റെല്ലാ സമുദായങ്ങളോടും എന്ന വണ്ണം SNDPയോടും സൗഹാർദ്ദത്തിൽ വർത്തിക്കാനാണ് NSS ആഗ്രഹിക്കുന്നത്. ഈ ഐക്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് യോഗം തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഡയറക്ടർ ബോർഡ് യോഗത്തിന് ശേഷമുള്ള ഒരു പത്രക്കുറിപ്പ് ഇറക്കിയപ്പോൾ ഇതൊക്കെയാണ് ഈ സഖ്യം പൊളിയാനുള്ള കാരണമാക്കി NSS ചൂണ്ടിക്കാട്ടിയ വിവരങ്ങൾ. പിന്നീട് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ചോദ്യത്തിന് മറുപടിയായി രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന സംശയം കൂടി സുകുമാരൻ നായർ ഉന്നയിക്കുന്നത് കണ്ടു. അതുകൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഐക്യം ഇല്ല എന്ന സാഹചര്യം, അത് ഏത് സാഹചര്യത്തിലാണ് എന്നത് വിശദീകരിച്ചത്. തുഷാർ വെള്ളാപ്പള്ളിയെ ചർച്ചയ്ക്ക് അയക്കാമെന്ന് പറഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധിയാണോ ചർച്ചയ്ക്ക് അയക്കേണ്ടത്? അത് എവിടുത്തെ ന്യായം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ ഇന്നലെ എന്താണോ ജി സുകുമാരൻ നായർ പറഞ്ഞത് അതൊന്നുകൂടി കണ്ടതിന് ശേഷം എത്താം. മുന്നോട്ട് പോകുന്നില്ല, തീരുമാനമായി മുന്നോട്ട് പോകുന്നില്ല. പ്രധാനപ്പെട്ട 2 ഹിന്ദു സംഘടനകൾ യോജിക്കേണ്ടത് കാലത്തിൻ്റെ ആവശ്യമായിരുന്നു. പക്ഷേ അതിൻ്റെ ആ യോജിപ്പിൻ്റെ പിന്നിൽ അത് ഉന്നയിച്ച ആളുകൾക്ക് അതിൻ്റെ പിന്നിൽ അവരുടെ ഈ ആലോചനയുടെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. തുഷാറെന്നല്ല, ഒരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ തന്നെ അതിന് മകനായാലും അങ്ങനെ വിടാൻ പാടില്ലായിരുന്നു. അപ്പോൾ സ്വന്തം മകനെ പോലെ തുഷാറിനെ സ്വീകരിക്കും എന്ന് പറഞ്ഞ സുകുമാരൻ നായരാണ് 8ാം ദിവസം ഈ രീതിയിലൊരു അഭിപ്രായം പറയുന്നത്. രാഷ്ട്രീയ പാർട്ടി നേതാവല്ലേ തുഷാർ എന്ന് ആദ്യ ദിവസം തന്നെ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ രാഷ്ട്രീയം ഒരു വഴിക്ക് പോകും, ഈ ഐക്യം മറ്റൊരു വഴിക്കാണ് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ച് അതിനെ ന്യായീകരിച്ച വ്യക്തിയാണ് 8 ദിവസം പിന്നിടുമ്പോൾ രാഷ്ട്രീയ പാർട്ടി നേതാവിനെ തന്നെ ചർച്ചയ്ക്ക് നിയോഗിച്ചത് ഒരു കാരണമാക്കിക്കൊണ്ട് ആ ഐക്യത്തിനില്ല എന്ന പ്രഖ്യാപനം നടത്തുന്നത്. പക്ഷേ സുകുമാരൻ നായർ ഇത് പ്രഖ്യാപിച്ച് 24 മണിക്കൂർ കഴിയുമ്പോഴും വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായ മറുപടികളോ പ്രതികരണങ്ങളോ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല. ഇന്നലെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എന്താണ് സംഭവിച്ചത് എന്നതിന്റെ ഔദ്യോഗികമായ വിവരങ്ങൾ ലഭിക്കട്ടെ, അതിനുശേഷം കൂടുതൽ പ്രതികരണം എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴും ആ ഞെട്ടലിൽ നിന്ന് വെള്ളാപ്പള്ളി നടേശൻ മുക്തനായിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ കൂടുതൽ പ്രതികരണങ്ങൾ വന്നിട്ടില്ല. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ NSSും SNDPയും തമ്മിൽ ഈ ഐക്യത്തിലാകാൻ തീരുമാനിച്ചത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. NSSുമായുള്ള ഐക്യത്തിന് SNDP യോഗത്തിന്റെ നേതൃയോഗം കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയതോടുകൂടി തന്നെയാണ് ഈ രീതിയിലൊക്കെയുള്ള വലിയ ചർച്ചകൾ. ഇത് ആർക്ക് അനുകൂലമാകും, ആർക്കു വേണ്ടിയാണ് ഈ പദ്ധതി അണിയറയിൽ തയ്യാറാകുന്നത് തുടങ്ങിയ പലതരത്തിലുള്ള ചോദ്യങ്ങളും ചർച്ചകളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. പെരുന്നയിൽ പോയി തുടർ ചർച്ചകൾ നടത്താൻ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മകൻ BDJSന്റെ സംസ്ഥാന പ്രസിഡന്റുമായ തുഷാർ വെള്ളാപ്പള്ളിയെ യോഗം ചുമതലപ്പെടുത്തി. അപ്പോൾ ഇതിങ്ങനെ മുന്നോട്ട് പോകുമെന്ന് കരുതിയ ഘട്ടത്തിലാണ് പെട്ടെന്ന് ഈ ഒരു പിന്മാറ്റം NSSന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചതിന് തൊട്ടടുത്ത ദിവസമായതുകൊണ്ട് തന്നെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചതിലെ അനിഷ്ടമാണ് ഇതിലുള്ള കാരണങ്ങൾ എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നു. അത് BDJS നേതാവിനെ അയക്കുന്നു. BJP സർക്കാർ പ്രഖ്യാപിച്ച പത്മ പുരസ്കാരത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടുന്നു. അത് ആ രീതിയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ എന്ന ബോധ്യത്തിൽ NSS പിന്മാറി എന്ന തരത്തിലൊക്കെയുള്ള പല വിധത്തിലുള്ള ന്യായീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. പക്ഷേ എന്താണ് കൃത്യമായ കാരണങ്ങൾ എന്നത് പുറത്തേക്ക് വരാത്ത ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ മൗനം തുടരുകയാണ്. അദ്ദേഹം ഈ വിഷയത്തിൽ കൃത്യമായ മറുപടികൾക്ക് തയ്യാറായിട്ടില്ല എന്നൊരു സാഹചര്യമുണ്ട്. നമ്പൂതിരി മുതൽ നായാടി മുതൽ
നസ്രാണി വരെ എന്നുള്ളതായിരുന്നു ഈ ഐക്യത്തിന് അവർ പറഞ്ഞിരുന്ന ഒരു മുദ്രാവാക്യം. അപ്പോൾ ഇപ്പോൾ NSS ഒഴിവായാലും മറ്റുള്ളവരുടെ നേതൃത്വത്തിൽ ഒരു ഐക്യം എന്നത് സാധ്യമാകുമോ, അതിനുള്ള നീക്കം ഇനി ഉണ്ടോ, അത് യാഥാർത്ഥ്യമാകുമോ തുടങ്ങിയ ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ മറുപടി പറയേണ്ടത്, ഈ നീക്കവുമായി ഇനി മുന്നോട്ടുണ്ടോ എന്ന കാര്യത്തിൽ മറുപടി പറയേണ്ടത് വെള്ളാപ്പള്ളി നടേശനാണ്. അദ്ദേഹം ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾക്ക് തയ്യാറായിട്ടും ഇല്ല എന്നതാണ് സാഹചര്യം. എന്തായാലും ഐക്യം പൊളിഞ്ഞതിൽ കുറേ പേർ സന്തോഷിക്കുന്നുണ്ട്, കുറേ പേർ വലിയ ആശങ്കയിലുമാണ്. UDFന് ആശ്വാസമാണ്, ഇടതുമുന്നണിക്ക് തിരിച്ചടിയുമാണ് ഈ സഖ്യം എന്നതാണ് മനസ്സിലാകുന്നത്. ഇങ്ങനെ ഒരു സഖ്യമുണ്ടായാൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ BJPയുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അത് ഭാവിയിൽ അവർക്ക് ഗുണകരമാവുമെങ്കിലും ഏറ്റവും ആദ്യം ഈ സഖ്യം മൂലം ഗുണമുണ്ടാകാൻ പോകുന്നത് ഇടതുപക്ഷത്തിനാണ് എന്നതാണ് മനസ്സിലാക്കിയിരുന്നത്. കാരണം രണ്ട് നേതാക്കളും മാധ്യമങ്ങളെ കണ്ടപ്പോൾ അവരുടെ ആരോപണ മുന തിരിച്ചത് UDFന് നേരെയാണ്, അത് VD സതീശന് നേരെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇത്തരം ഒരു ഐക്യം അതിനു മുമ്പ് സാധ്യമായാൽ അത് ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യും എന്നതായിരുന്നു വിലയിരുത്തപ്പെട്ടിരുന്നത്. അപ്പോൾ UDFന് സ്വാഭാവികമായും ഈ ഐക്യം പൊളിഞ്ഞതിൻ്റെ ഒരു ആശ്വാസം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. VD സതീശന്റെ കടുത്ത വിമർശകരായിരുന്നു വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ചേർന്ന് ഉള്ള നീക്കം ഇടതുമുന്നണിക്ക് അനുകൂലമായി മാറുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിരുന്നു. SNDP NSS ഐക്യത്തിന്റെ ഗുണം ഇപ്പോൾ കിട്ടിയില്ലെങ്കിലും ഭാവിയിലേക്കുള്ള നിക്ഷേപമായി കണ്ട BJP തങ്ങൾക്ക് ഏറ്റവും ഒരു തിരിച്ചടിയായി തന്നെയാണ് ഈ വിഷയത്തെ കാണുന്നത്. അവർ പെരുന്നയിൽ നടന്ന ചില കൂടിക്കാഴ്ചകളിലേക്കാണ് അവരുടെ സംശയം ഉന്നയിക്കുന്നത്. ആ കൂടിക്കാഴ്ചയിൽ ഈ ഐക്യം പൊളിഞ്ഞു എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത്. UDF നേതാക്കൾ ഉൾപ്പെടെ അവിടെ എത്തിയ സാഹചര്യമാണ് അവർ ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന സംശയം മണത്തതോടുകൂടിയാണ് NSS ഇതിൽ നിന്ന് പിന്മാറുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഈ വിവരങ്ങൾ കോൺഗ്രസ് നേതാക്കൾ അവിടെ നേരിട്ടെത്തി ധരിപ്പിച്ചു എന്ന സാഹചര്യം മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ വിലയിരുത്തലുകൾ വരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഐക്യം വേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് NSS എത്തിയതെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും പെരുന്നയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ ഇന്ന് വന്നു. വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്ന VD സതീശന് അഭിവാദ്യങ്ങൾ എന്നാണ് ആ ഫ്ലെക്സ് ബോർഡിൽ പറയുന്നത്. KSU, യൂത്ത് കോൺഗ്രസ്, സേവാദൾ എന്നീ സംഘടനകളുടെ പേരിലാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ ഇന്ന് പെരുന്നയിൽ പ്രത്യക്ഷപ്പെട്ടത്. ആർക്കാണ് ആശ്വാസവും നേട്ടവും എന്ന് വിളിച്ചു പറയുന്ന ബോർഡാണ്. ഈ ഐക്യം തകർന്നതിലെ ആശ്വാസം ആർക്കാണ് എന്നത് ആ ഫ്ലെക്സ് ബോർഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. NSS SNDP ഐക്യ നീക്കത്തിൽ നിന്നുള്ള പിന്മാറ്റം സമുദായ സംഘടനകളുടെ ആഭ്യന്തര കാര്യമെന്നാണ് പക്ഷേ പ്രതിപക്ഷ നേതാവ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. ലീഗിനെതിരായ SNDP ആരോപണം ശരിയല്ല എന്ന് NSS തന്നെ പറഞ്ഞല്ലോ എന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അവർക്ക് ന്യായമായ ഒരു പരാതി ഉണ്ടെങ്കിൽ ഇടപെടുമെന്നും സതീശൻ പറഞ്ഞു. NSS ആദ്യം എടുത്ത തീരുമാനവും രണ്ടാമതെടുത്ത തീരുമാനവും NSSന്റെ ആഭ്യന്തരമായ കാര്യവും അതിൽ കോൺഗ്രസ് നേതാക്കൾ ആരും ഇടപെട്ടിട്ടില്ല, ഇടപെടില്ല. ഞങ്ങള് സമുദായങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാറില്ല. NSSും SNDPയും തമ്മിലുള്ള സഖ്യം ഇല്ലാതാക്കിയത് ലീഗാണ് എന്നുള്ള SNDP ജനറൽ സെക്രട്ടറിയുടെ ആരോപണം ശരിയല്ല എന്നാണ് NSS ജനറൽ സെക്രട്ടറി അദ്ദേഹം പറഞ്ഞാൽ ശരിയല്ല, ലീഗ് അങ്ങനെ ഇടപെട്ടിട്ടേ ഇല്ല എന്നുള്ളത്. അവർക്കൊരു പരാതി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇടപെടാം. അവർക്കൊരു ന്യായമായ പരാതി ഏത് സമുദായത്തിനുണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ ഇടപെടും, ഉറപ്പായിട്ട് ഇടപെടും. ഞങ്ങളതിന് ന്യായമായ കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആരുടെയും കൂടെ നിൽക്കും. പക്ഷെ ഒറ്റ കണ്ടീഷനിൽ ഒരാൾ വർഗീയത പറഞ്ഞാൽ തിരിച്ചു പറഞ്ഞില്ല. അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അപ്പോൾ നേരത്തെ ഈ ഐക്യം പൊളിച്ചത് ലീഗാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു. എന്നാൽ NSS നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് പരാതി ഉണ്ടെങ്കിൽ അക്കാര്യത്തിൽ ഇടപെടുമെന്ന ഒരു സന്ദേശം VD സതീശൻ നൽകുന്നത്. അതേസമയം NSS SNDP ഐക്യ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് സൂചിപ്പിക്കുകയാണ് PK കുഞ്ഞാലിക്കുട്ടി. ഒരു വർഗീയവൽക്കരണത്തിന്റെ ശ്രമം ഇവിടെ നടന്നിട്ടുണ്ട് എന്നത് കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാട്ടുന്നു. അത് നടന്നില്ല എന്നതിൽ കേരള സമൂഹം ഇപ്പോൾ സമാധാനിക്കണമെന്നും കുഞ്ഞാലിക്കുട്ടി പറയുന്നു. അതായത് വർഗീയ ധ്രുവീകരണത്തിനുള്ള വർഗീയവൽക്കരണത്തിന്റെ ഒരു ശ്രമമായിരുന്നു ഈ ഐക്യം എന്നത്. അത് നടന്നില്ല എന്നതുകൊണ്ട് സമാധാനിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്നതാണ് കുഞ്ഞാലിക്കുട്ടി സൂചിപ്പിച്ചത്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉപയോഗിച്ചിട്ട് ആരോ ചിലർ ഒരു വർഗീയവൽക്കരണത്തിന്, അതിശക്തമായ ഒരു വർഗീയവൽക്കരണത്തിന്, അതായത് ചില പ്രത്യേക സമുദായങ്ങളുടെ ഒരു ഫോബിയ സൃഷ്ടിച്ചിട്ട്
ഒരു വർഗീയവൽക്കരണത്തിന് കൊണ്ടുപിടിച്ച ഒരു ശ്രമം ഇവിടെ ഉണ്ടായിരുന്നു. അതിനൊന്നും കൂട്ടുവെക്കുന്ന ആളുകളല്ല ഞങ്ങൾ എന്ന് എന്റെ സുഹൃത്തിനെ പോലെയുള്ള പശ്ചാത്തലമുള്ള സംഘടനകൾ പ്രഖ്യാപിച്ചു. അത് ആ ഒരു വർഗീയവൽക്കരണത്തിനുള്ള ശ്രമം ഇവിടെ ഇല്ലാതായി എന്നുള്ളതിന് കേരളം ആശ്വാസപ്പെടണം എന്നാണ്. ബിജെപിയും സിപിഎമ്മും പ്രതികരണങ്ങളിൽ മിതത്വം കാട്ടുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ ഇത് ആർക്കാണ് തിരിച്ചടി എന്നത് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഒരു ഏകീകരണം ഉണ്ടാവുകയാണ് എങ്കിൽ അത് തങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഗുണകരമാകുമെന്ന് സ്വാഭാവികമായും ഇടതുപക്ഷം പ്രതീക്ഷിച്ചിരുന്നതാണ്. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നമുക്കറിയാം. ആഗോള അയ്യപ്പ സംഗമം മുതൽ ഈ രണ്ട് സമുദായങ്ങളെയും ഒപ്പം നിർത്താനുള്ള നീക്കങ്ങൾ ഇടതുപക്ഷം നടത്തി വരികയായിരുന്നു. പിന്നീട് സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വന്നുവെങ്കിലും അനുകൂലമായ സാഹചര്യം തന്നെ നിലനിർത്താൻ സമുദായ നേതാക്കളുടെ പ്രതികരണത്തിലൂടെയെങ്കിലും അവർക്ക് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊരു വലിയ ഐക്യമായി രൂപപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായും ആ രീതിയിലുള്ള നേട്ടം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് ഇടതുമുന്നണി പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അത് പൊളിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടിയാണ് ഇടതുപക്ഷ നേതാക്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമീപിക്കുന്നത്. പലരും പ്രതികരണത്തിന് പോലും തയ്യാറാകുന്നില്ല. അതേസമയം തന്നെ ബിജെപിയും അവരാണ് ഇതിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കളായി ഭാവിയിൽ വരാനിരുന്നത്. BDJS അധ്യക്ഷനാണ് ചർച്ചയ്ക്ക് വരുന്നതെന്ന് ചൂണ്ടിക്കാട്ടി തന്നെ NSS അതിനെ ഒഴിവാക്കുമ്പോൾ BJPയെ സംബന്ധിച്ചും അത് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊക്കെ ഇനി എങ്ങനെ മാറി മറിയുന്നു, NSS ഒഴിവായാലും ഐക്യം സാധ്യമാകുമോ, അതിനുള്ള നീക്കങ്ങൾ നടക്കുമോ എന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണണം. വെള്ളാപ്പള്ളി ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ വിഷയം സജീവമായി തന്നെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.